ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പം എൻ്റെ പേര് ഹരിപ്രിയ കാർത്തിക്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ കുഴപ്പമില്ലാണ്ടൊക്കെ ഇങ്ങനെ പോകുന്നു കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു സൺഡേ വ്ളോഗാണ്. കുറച്ച് നാളെ വിചാരിക്കുന്നു സൺഡേയിലത്തെ ഒരു വ്ളോഗ് ചെയ്യണം എന്നുള്ളത്. ഇന്ന് പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇന്നത്തെ ഒരു വീഡിയോയിൽ നടക്കുന്നുണ്ട് ഗായ്സ്. എനിക്ക് ചെറിയ വിഷമമൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് എന്തായാലും ചിലപ്പോൾ തമ്മിൽ കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ സ്കൂട്ടർ നമ്മളിന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നമ്മളൊരു 6 മാസം മുമ്പ് വാങ്ങിച്ചൊരു സ്കൂട്ടറാണ്. നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മൾ പുതിയ വണ്ടി എടുക്കണു എന്നൊക്കെ പറഞ്ഞിട്ട്. അത് നമ്മൾ കൊടുക്കാൻ വേണ്ടി പോവാണ്. അതിൻ്റെ റീസണും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയുടെ എൻഡിലായിട്ട് പറയാം. ഇപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നമ്മൾ ഇരിക്കുന്ന ഒരു ടൈമാണ്. ലഞ്ചൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ തൊട്ട് വീഡിയോ എടുക്കാമെന്ന്. കാർത്തിക് ഇന്ന് ഓഫുള്ള ദിവസമാണ്. കാർത്തിക് ഇപ്പോൾ തുടങ്ങിയൊരു ശീലമാണ് ഫുട്ബോൾ കളിക്കാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു ആഴ്ചയിൽ 3 ദിവസം ഒക്കെ ഫുട്ബോൾ കളിക്കാൻ വേണ്ടി പോകാറുണ്ട്. ആൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാഷനാണ് ഫുട്ബോൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇപ്പോൾ പോയേക്കുവാണ്. പോയിട്ട് ഇപ്പോൾ കുറച്ച് സമയത്തിനുള്ളിൽ എന്തായാലും എത്തും. രാവിലെയാണ് പോയത്. പിന്നെ നമ്മുടെ സ്കൂട്ടർ എടുക്കാൻ വേണ്ടി ആൾ വരും. അങ്ങനത്തെ കുറച്ച് പരിപാടികളാണ് ഇന്ന് ഈ ഒരു സൺഡേ നടക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മുടെ ഒരു സൺഡേ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാം. നമുക്കിന്ന് ലഞ്ചിന് സ്പെഷ്യൽ എന്ന് പറയുന്നത് ചീരയുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു വെള്ളം പോകുന്നുണ്ട്, അത് അടിയിലൊരു ഓട്ടയുണ്ട് ഗൈസ്. അത് ഞാനിങ്ങനെ കുക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇവിടെ ചൂടുണ്ടാവുമല്ലോ, ഇത് എന്താ പറയുക, ഈ ഒരു ഇതിൽ. അപ്പോൾ ആ ചൂടിൻ്റെ മുകളിൽ ഞാൻ ഇങ്ങനെ വച്ചു. അപ്പോൾ വച്ചപ്പോൾ ഇതിൻ്റെ അടിയിലൊരു ഓട്ട വന്നു. അതുകൊണ്ട് വെള്ളം ചാടുന്നുണ്ട്. അത് കുഴപ്പമില്ല. പിന്നെ നമുക്ക് സ്പെഷ്യലായിട്ടുള്ളത് എന്താണെന്ന് അറിയോ ഗൈസ്? ഞാൻ കാണിച്ചു തരാം. ഇതിരിക്കുന്നത് താറാവാണ് കേട്ടോ. ഇവിടെ ഞാൻ കണ്ടിട്ടില്ല, താറാവ് ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ഞങ്ങൾ ആദ്യമായിട്ട് കണ്ടപ്പോൾ താറാവ് നാട്ടിലൊക്കെ കഴിക്കാറുണ്ട്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു കഴിച്ച് നോക്കാമെന്ന്. അങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. കുക്കറിൽ ഞാൻ ചോറിട്ടിട്ടുണ്ട്. സവാളയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചീര തോരന് വേണ്ടിയിട്ടും കറിക്ക് വേണ്ടിയിട്ടുള്ളത് കട്ട് ചെയ്തെടുക്കാം. കുക്കർ വിസിലടിക്കാൻ വേണ്ടി ഇങ്ങനെ തയ്യാറായിട്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ വിസിലടിക്കും കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ ഓഫ് ചെയ്തിട്ട് സവാള ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ആദ്യത്തെ പരീക്ഷണമാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കണ പോലെ സെറ്റ് ആവുമോ എന്ന് നോക്കാം. ആദ്യത്തെ പരീക്ഷണം പാളിപ്പോയി എന്ന് ഞാൻ സന്തോഷത്തോടെ പ്രഖ്യാപിക്കുന്നു. കാർത്തിയുടെ ഫ്രണ്ട് കുറച്ച് നാൾ മുന്നേ നാട്ടിൽ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് ഐറ്റംസൊക്കെ ഞങ്ങൾക്ക് വേണ്ടിയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിലൊരു ഐറ്റം ഞങ്ങൾ പറഞ്ഞിട്ട് കൊണ്ടുവന്നതാണ് ഈ ഒരു ഓണിയൻ ചോപ്പ് ചെയ്യണേ, അതായത് വെജിറ്റബിൾസ് ഒക്കെ ചോപ്പ് ചെയ്യുന്ന ഈ ഒരു സംഭവം. നാട്ടിലെ അമ്മ ഭയങ്കര യൂസ്ഫുൾ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഞാനും ഒരെണ്ണം വാങ്ങി. കാരണം നമുക്ക് ഇതിൽ വെച്ച് ഇങ്ങനെ ഓണിയൻ ചോപ്പ് ചെയ്യുമ്പോൾ കണ്ണ് നീറുന്ന ആ ഒരു സംഭവം കുറച്ചൊക്കെ മാറി കിട്ടണ പോലെ തോന്നി കേട്ടോ. അപ്പം ഞാനിപ്പോൾ മിക്കവാറും ഓണിയനൊക്കെ ചോപ്പ് ചെയ്യുന്നത് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു സംഭവത്തിലാണ്. ഉള്ളി അരിയാൻ വേണ്ടി മാത്രമല്ല, നമുക്ക് ഈ ഒരു തോരനൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിന് വേണ്ടിയിട്ട് അരിയാൻ വേണ്ടിയിട്ട് ബീൻസ്, അതുപോലെ തന്നെ സംഭവങ്ങളൊക്കെ ക്യാരറ്റൊക്കെ അരിയാൻ വേണ്ടിയിട്ടും ഇത് യൂസ് ചെയ്യാമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. തോരന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ആ ഒരു ഇതിൽ ചെറിയൊരു സ്മോൾ ആക്കിയിട്ട് ഒണിയൻ ചോപ്പ് ചെയ്തെടുത്തത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് താറാവ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നീളത്തിൽ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അതാണല്ലോ കൂടുതൽ നമ്മൾ കറിക്കൊക്കെ യൂസ് ചെയ്യുന്നത്. പെട്ടെന്ന് സമയമില്ലെങ്കിൽ ഞാൻ ഈ ഒരു ഇതിൽ ചോപ്പ് ചെയ്ത് തന്നെയാണ് എടുക്കാറുള്ളത്. ഇന്ന് എനിക്ക് സമയമുള്ളത് കൊണ്ട് ഞാൻ വിചാരിച്ചു പയ്യെ കട്ട് ചെയ്ത് നീളത്തിൽ അരിഞ്ഞിട്ട് കറി വയ്ക്കാമെന്ന്. മതിയാവില്ലേ? ഒരെണ്ണം കൂടി എടുക്കാം ഇൻ കേസ് ഇനിയിപ്പോൾ കുറഞ്ഞു പോകണ്ട. ഒരെണ്ണം കൂടി എടുക്കുന്നുണ്ട്. അതുകൂടി നമുക്ക് കട്ട് ചെയ്യാം. ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഞാൻ വലിയ കുക്കൊന്നും അല്ല എന്നുള്ളത്. ഞാൻ കുക്കിംഗ് ഇപ്പോഴും പയ്യെ പഠിച്ചു വരുന്നേ ഉള്ളൂ. അങ്ങനെ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ നോർമലി തുറന്നു വെച്ചിട്ടാണ് ചോറ് വയ്ക്കാറുള്ളത്. പക്ഷെ അത് കുറേ സമയമെടുക്കും. അങ്ങനെ ഒരു വീഡിയോയിൽ കണ്ടതാണ്, ഒരു വിസിലിൽ നമ്മൾ അടച്ചു വെച്ച് പ്രഷറൊക്കെ പോയി തുറന്നു നോക്കുമ്പോൾ
നമ്മുടെ റൈസൊക്കെ നന്നായിട്ട് കുക്കായി വരുമെന്ന്. അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ സംഭവം വർക്കായിട്ടോ. അങ്ങനെ ഞാൻ കുക്കർ അടച്ചു വെച്ചിട്ട് അങ്ങനെ റൈസ് സെറ്റ് ചെയ്യാൻ വേണ്ടി പഠിച്ചു. പിന്നെ തൊട്ട് ഞാൻ ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഇപ്പോൾ റൈസ് കുക്ക് ചെയ്യാറ്. കാരണം കുറേ സമയലാഭം ആവാറുണ്ട്. എന്തായാലും ഇതായപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് സർപ്രൈസ്ഡ് ആയി, ഭയങ്കര സന്തോഷമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ചോറ് വാർക്കണ സാധനം. അപ്പം അത് ഇങ്ങനെ വയ്ക്കും ഞാനിവിടെ. എന്നിട്ട് ഇതിലേക്ക് ചോറ് ഒഴിക്കും. അപ്പോൾ ഞാൻ ചോറ് ഇതിൽ കാർത്തിക് കഴിക്കാനുള്ള ചോറാണ് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം എനിക്ക് ചോറ് ഇരിക്കുന്നുണ്ട്. ചോറെന്ന് പറഞ്ഞാൽ ബ്രൗൺ റൈസ് ഉണ്ടല്ലോ, അത് ഞാൻ വെയിറ്റ് ലോസ് ഞാൻ ഇങ്ങനെ തുടങ്ങിയ സമയത്ത് ഇങ്ങനെ കുറേ പേര് പറഞ്ഞു, ഇങ്ങനെ യൂട്യൂബിലൊക്കെ നോക്കിയപ്പോൾ ബ്രൗൺ റൈസ് കഴിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു പാക്കറ്റ് ഒരു 5 euro എന്തോ കൊടുത്ത് വാങ്ങിച്ചു. അപ്പം അങ്ങനെ വാങ്ങിച്ചിട്ട് അതിങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം റൈസൊക്കെ തീർന്നു പോയപ്പോൾ ഞാൻ ഇത് ഉണ്ടാക്കിയാണ് കഴിച്ചത്. പിന്നെ ഇന്നലെ റൈസ് വാങ്ങിച്ചു. അപ്പോൾ കാർത്തിക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല. ഇതാണ് കേട്ടോ ബ്രൗൺ റൈസ്. അങ്ങനെ ചീരയും താറാവ് കറിയും അങ്ങനെ റൈസും കുറച്ച് സാമ്പാറൊക്കെ കൂട്ടി നമ്മൾ അടിപൊളി ലഞ്ച് കഴിച്ചു കേട്ടോ. കാർത്തിയും വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചിരുന്നാണ് ഫുഡൊക്കെ കഴിച്ചത്. പിന്നെ ആ ദിവസം നമ്മുടെ സ്കൂട്ടർ എടുക്കാൻ വേണ്ടി ആൾ വന്നിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് എടുക്കാൻ വേണ്ടി പറ്റിയില്ല. കാരണം ആ ഒരു സമയത്ത് പെട്ടെന്ന് ഹറിബറി ആയിട്ട് ആൾ വന്ന് പെട്ടെന്ന് എടുത്തിട്ട് പോയി. എൻ്റെ ചെറിയൊരു വീഡിയോ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. സ്കൂട്ടർ കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ എൻ്റെ വർക്ക് നിർത്തിയല്ലോ. അപ്പോൾ എനിക്ക് അതുകൊണ്ട് വലിയ യൂസ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. വെറുതെ ഇവിടെ ഇരിക്കുകയാണ്. പിന്നെ ഞാൻ എവിടെയെങ്കിലും പുറത്ത് പോവുകയാണെങ്കിൽ ഞാൻ കാർത്തിയുടെ ഒപ്പം പുറത്ത് പോകാറുള്ളൂ. അങ്ങനെ ഒറ്റയ്ക്കൊരു സ്ഥലത്ത് ചുമ്മാ ഷോപ്പിങ്ങിനൊന്നും ഞാൻ അങ്ങനെ പോകാറില്ല. അപ്പോൾ ബെറ്റർ അത് കൊടുക്കണേന്ന് തോന്നി, അതുകൊണ്ട് കൊടുത്തതാണ് കേട്ടോ. കാർത്തിക്ക് നേരത്തേക്ക് ഓഫ് കിട്ടുന്നത് മൺഡേ ട്യൂസ്ഡേ ആയിരുന്നു കേട്ടോ. അതായിരുന്നു ഞങ്ങളുടെ ഒരു വീക്കെൻഡ്. ഇപ്പോൾ അത് ചേഞ്ച് ചെയ്ത് സൺഡേ മൺഡേ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇൻട്രോയിൽ പറഞ്ഞത് ഞാൻ മാറ്റി ഇന്നത്തെ ഒരു വീഡിയോയിൽ സൺഡേ മൺഡേയും കൂടി ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. സൺഡേ പിന്നെ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ആ ഒരു ദിവസം അങ്ങോട്ട് പോയി. ഇപ്പോൾ അതേ മൺഡേ പെട്ടെന്ന് ദിവസങ്ങളൊക്കെ മാറാനുണ്ട്. ഇവിടെ ഇപ്പോൾ തണുപ്പൊക്കെ ഭയങ്കരമായിട്ട് വന്നു തുടങ്ങി കേട്ടോ. അതുകൊണ്ടാണ് ഞങ്ങൾ ജാക്കറ്റൊക്കെ ഇട്ട് ഇറങ്ങിയേക്കുന്നത്. അങ്ങനെ ഇന്ന് ഞങ്ങൾ പോകാൻ വേണ്ടി പോകുന്നത് ഏട്ടൺ സെൻറ്ററിലേക്കാണ്. അത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളൊരു മാളാണ്. കുറച്ച് ദൂരം ബസ്സൊക്കെ പിടിച്ച് പോകാനുള്ള ഇതുണ്ട്. അവിടെ ആകുമ്പോൾ നമുക്ക് ന്യൂയോർക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പുണ്ട്. അവിടെ ആകുമ്പോൾ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഡ്രസ്സ് കിട്ടും. അപ്പം നമ്മളിപ്പോൾ വാങ്ങുന്നത് ഇപ്പോൾ ഭയങ്കര തണുപ്പൊക്കെ ആയതുകൊണ്ട് വീട്ടിൽ നല്ല തണുപ്പ് വരാറുണ്ട്. അതുകൊണ്ട് കുറച്ച് കട്ടിയായിട്ടുള്ള ഡ്രസ്സ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. തണുപ്പൊക്കെ വരുമ്പോൾ നമുക്ക് എടുത്തിടാമല്ലോ. അങ്ങനെ ഞങ്ങൾ പയ്യെ നടന്ന് ബസ്സൊക്കെ പിടിച്ചത് റവയിൽ എന്തെങ്കിലും കഴിക്കാൻ വാങ്ങിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. കാരണം ട്രെയിൻ കുറച്ച് ലേറ്റാണ്. അപ്പോൾ ഞങ്ങൾ നടന്ന് പോകുന്നത് ഇപ്പോൾ റവയിലേക്കാണ്. സൂര്യൻ തെളിഞ്ഞ് നിൽക്കുന്നുണ്ടെങ്കിലും തണുപ്പുണ്ട്. ചൂട് അങ്ങനെ അത്ര കാര്യമായിട്ട് അറിയുന്നില്ല ഗൈസ്. സോ റവ കയറിയിട്ട് നമുക്ക് എന്തെങ്കിലും തിന്നാൻ വാങ്ങിക്കാം. റവ കയറിയിട്ട് കാത്തി ഒരു കേസയുടെ ഒരു സംഭവവും ഞാൻ ഈ ഒരു ബ്രൗണിയാണ് കേട്ടോ എടുത്തത്. പിന്നെ ട്രെയിൻ വന്നു. ട്രെയിനിൽ കയറിയിട്ട് നേരെ വിൽഡൌവിലേക്ക്. അങ്ങനെ ഞങ്ങൾ ഇതേ ഏട്ടൺ സെൻറ്ററിൽ എത്തിയിട്ടോ. ഇതാണ് വിൽഡൌവിലെ ഏട്ടൺ സെൻറ്റർ. അത്യാവശ്യം വലിയൊരു സെൻറ്റർ മാളാണ്. ഇതിൽ നമ്മളെല്ലാ ഷോപ്സും ഉണ്ട്. നേരെ പോയത് ന്യൂയോർക്കറിലാണ്. വേറെ ഒരു കടയിലും കയറിയില്ല. അവിടെ നിന്ന് ഫസ്റ്റ് കണ്ടതും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇട്ട് നോക്കിയപ്പോഴും നല്ല കംഫർട്ടബിൾ ആയിരുന്നു. അത് വാങ്ങിച്ചു. പിന്നെ പോയത് വൂൾസ്വർത്തിലാണ്. അവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. വൂൾസ്വർത്തിൽ അധികം റേറ്റിലാണ്. നമുക്ക് വീട്ടിലൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ ഐറ്റംസ് കുറേ ഐറ്റംസ് ഉണ്ട്. നമ്മളെ കിച്ചണിലേക്ക് വേണ്ട ഐറ്റംസ് അങ്ങനെ എല്ലാം ഉണ്ടാവും. അങ്ങനെ നോക്കി എനിക്ക് ഈ ഒരു സംഭവം ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ഒരു പപ്പി എന്നൊക്കെ അല്ലേ പറയുന്നത്. അപ്പോൾ നേരത്തെ ഞാൻ കൗഫ്ലാൻഡിൽ വെച്ച് വരണം നോട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്ക് വാങ്ങാൻ പറ്റില്ല. പക്ഷെ ഇന്ന് എന്തായാലും വാങ്ങിച്ചു. പിന്നെ ഞാനൊരു ബബിൾ ടീ വാങ്ങിച്ചു കുടിച്ചു ഗൈസ്. മാംഗോ ഫ്ലേവറിലുള്ള ജാസ്മിൻ ഫ്ലേവറുള്ള അടിപൊളിയായിരുന്നു. ഇത് അടിപൊളി സാധനമായിരുന്നു ഗൈസ്. നമ്മുടെ ഒരു ഫേവറേറ്റ് സംഭവമാണല്ലോ ഇത്, ഈ ഫുഡ്. ടർക്കിഷുകാരുടെ ഒരു മെയിൻ ഐറ്റമാണ് സാധനം. നല്ല ടേസ്റ്റ്. ജാസ്മിൻ്റെ ഫ്ലേവറൊക്കെ ഉണ്ട് ഗൈസ് ഇതിന്. അങ്ങനെ അടിപൊളി ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഏട്ടൺ സെൻറ്ററിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നേരെ വീട്ടിലേക്കാണ് ഗൈസ്. നമ്മൾ പോയ കാര്യം എന്തായാലും നടന്നു. മെയിനായിട്ട് നമ്മൾ പോയത് ആ ഒരു തണുപ്പ് മാറാനുള്ള ഒരു ഡ്രസ്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങിച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി ഇതേ ബസ്സൊക്കെ കയറി നേരെ വീട്ടിൽ പോവാണ്. അതിന് മുന്നേ നമുക്ക് കുറച്ച് ഗ്രോസറീസൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു വീട്ടിലേക്ക് വേണ്ടിയിട്ട്. അടുത്ത വീഡിയോ നമ്മളൊരു സംഭവം പരീക്ഷിക്കാൻ വേണ്ടി പോവാണ്. അത് എന്താണെന്നുള്ളത് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. ഞാൻ കുറേ നാളെ വിചാരിക്കുന്നു ഉണ്ടാക്കി നോക്കണം എന്നുള്ളത്. അത് നമ്മൾ അടുത്ത വീഡിയോയിൽ ഇടാം. അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിൽ പോവാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. ടിൽ ദെൻ ബൈ.